2006 ക്വാർട്ടർ ഫോറിലാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നത്. ബാംഗ്ലൂർ ഒരു മഹാനഗരമാണ്. ഞാൻ വന്നതാകട്ടെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും. സോ ഈ ഒരു ഹെഡ്സെറ്റ് എല്ലാവരുടെയും ചെവിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് FM റേഡിയോസ് വഴി ലഭിക്കുന്ന എൻ്റർടൈൻമെൻറ്റ്സ്, ന്യൂസ്, മ്യൂസിക്സും മറ്റും നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു. സോ ബാംഗ്ലൂരിൽ എല്ലാവരുടെ ചെവിയിലും ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നീട് കാലം അങ്ങ് കടന്നുപോയി, കാര്യങ്ങളൊക്കെ മാറി, ടെക്നോളജി വന്നു, പല കാര്യങ്ങളിൽ കൂടി മാറ്റങ്ങൾ സംഭവിച്ചു. ഹെഡ്സെറ്റിൻ്റെ ആ വയർ മാറി, പിന്നെ അത് വയർലെസ് ഹെഡ്സെറ്റുകളിലേക്ക് മാറി. സോ പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ ഹെഡ്സെറ്റിന് പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട്. യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ മ്യൂസിക് കേൾക്കാം, നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം, അതോടൊപ്പം മ്യൂസിക്സ് കേൾക്കാം, പോഡ്കാസ്റ്റുകൾ കേൾക്കാം. പല രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റ് വഴി ബാക്കിയുള്ള ആൾക്കാരെ, ചുറ്റുപാടുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ കേൾക്കാൻ പറ്റും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് കൂടാതെ ചില ഉപയോഗങ്ങൾ കൂടി ഇതിൽ നിന്നും കണ്ടെത്താറുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത്, നിങ്ങൾക്ക് ചുറ്റുപാടിൽ നിന്നുള്ള ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ഹെഡ്സെറ്റ് ഇങ്ങനെ കുത്തിക്കയറ്റാം. അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഹെഡ്സെറ്റ് എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ബിസിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടി ഈ ഹെഡ്സെറ്റ് ഇങ്ങനെ ചെവിയിൽ തിരുകി കയറ്റും. വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഈ ഹെഡ്സെറ്റിന് കൂട്ടുകാർ കാണാറുണ്ട്. അതായത് നിങ്ങൾ ബോറടിക്കുമ്പോൾ ഈ സാധനം ചെവിയിലേക്ക് കുത്തിക്കയറ്റുന്നത്. ഇങ്ങനെ ബോറടിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ ഈ ഹെഡ്സെറ്റ് വഴി എൻഗേജ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവവും, ഓരോ ഓർഗനും, ഓരോ കോശത്തിനും നിരന്തരമായി ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ മുഴുകിയിരിക്കുകയാണ് മരിക്കും വരെ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനും. ബ്രെയിൻ എന്നുള്ളത് വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഓർഗനാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കാനും ഈ ബ്രെയിനാണ് നിങ്ങൾക്കൊരു രീതിയിലുള്ള ഇമേജ് സൃഷ്ടിച്ചു തരുന്നത്. പക്ഷേ സംഭവിക്കുന്നത്, ബോറടി മാറ്റാൻ എന്ന രീതിയിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ പുറം ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ മീഡിയം വഴി പല രീതിയിലുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനിനെ വളരെ കൂടുതൽ ബിസിയാക്കി മാറ്റുകയാണ്. ഈ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ, നിങ്ങളുടെ പ്രസൻറ്റിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെയാണ്. സോ നിങ്ങളുടെ പ്രോബ്ലംസ് അത് നിങ്ങളുടേത് മാത്രമാണ്. അത് സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഹെഡ്സെറ്റ് വെച്ച് ആ സമയം നിങ്ങൾ ദയവായി കൊല്ലരുത്.